ഇതാരാ? എടാ നീയൊക്കെ കാരണം ഞാൻ ഇവിടെ ഉണ്ടല്ലോ മറ്റേ 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 ഗ്ലിറ്റർ ഡ്രസ് ഇട്ട് നടക്കുവാണ്, മനസ്സിലായോ? പ്രൊട്ടക്ഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. സുമിത്ര പവിത്ര ഇത് കൊള്ളാം. ഹലോ ജോക്കി. എടോ എടോ ഇത് വേഷം മാറി നടക്കണോ? ജോക്കി എവിടെ ഉണ്ട്? ഞാനാണെങ്കിൽ മുതുക്കില് മറ്റേ ബീച്ചിന്റെ സൈഡിൽ കല്ലിന്റെ അടുത്താണോ? അല്ല, നേരെ നടുക്ക്. നടക്കൂ. ആ എടോ ഞാൻ അങ്ങോട്ട് വരാം ജോക്കി, അങ്ങോട്ട് വരാം. ഞാൻ ഡ്രസ് ഊരിയിട്ടുണ്ട്, മുഴുവനായിട്ട് നിക്കുവാന്നേ. ഹെൽമെറ്റ് ഇട്ടേക്കാം. You should be happy because he scored his first knockout goal in VC. ഇതാരാ? ഹലോ ബ്രോ, പേരെന്താ? എടോ ഇത് വേഷം മാറി നടക്കുവാണോ? പിഞ്ചല്ലാതെ പോലീസ് അന്വേഷിക്കത്തില്ലേ? ഇതിപ്പോ ഡിസ്കോ രവി, എവിടെ പോയാലും ഡിസ്കോ രവി. ജോക്കിയുടെ ശബ്ദം കറക്റ്റ് ആകുന്നില്ല, നാറുകൾ പൊക്കും. അല്ലെങ്കിൽ ഇയാളുടെ ശബ്ദം എപ്പോഴും എടോ ഞാനേ ജോക്കി വാ, ഡ്രസ് മാറാ. ഡിസ്കോ ജോസ് വാ. ഡിസ്കോ ജോസോ? ഞാൻ പ്രമോദ് പപ്പൻ എന്നല്ലോ ഇവിടെ. പപ്പാനിക്ക് അപ്രോച്ച്. എടാ മോനെ ഈ വണ്ടി ഒന്ന് എടുത്തോട്ടെ. ഇത് നമ്മുടെ പയ്യൻ അലോശി. പണ്ട് എന്റെ പമ്പിന്ന് നാട് വിട്ട് പറ്റി കാശും കൊണ്ട് മുങ്ങിയവനെ പണ്ട്. നാറുകൊണ്ട് ശ്വാനപുത്രനെ ഒന്ന് വിളിക്കട്ടെ. ചന്ദ്രൻ. ശ്വാനപുത്ര, എടാ നീയൊക്കെ കാരണം ഞാൻ ഇവിടെ ഉണ്ടല്ലോ മറ്റേ 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 ഗ്ലിറ്റർ ഡ്രസ് ഇട്ട് നടക്കുവാണ്, മനസ്സിലായോ? ഇവിടെ ഞാൻ ഡ്രസ് ഷോപ്പിൽ പറയുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. നീ എവിടാ? ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് ഈ കാണാൻ പറ്റൂല. ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ്, ശ്രദ്ധിച്ച് കേക്ക്. പറ. വെയിറ്റ്, ഞാൻ വണ്ടി സേഫ് ആയിട്ട് നിർത്തിട്ട് വിളിക്കാം, ഒരു മിനിറ്റ്. വണ്ടി സേഫ് ആയിട്ട് നിർത്തിയിട്ട് വിളിക്കാം. എടോ അവൻ തന്തയുള്ളവനാണെങ്കിൽ അവൻ കീഴടങ്ങിയാനെ. അവനില്ലല്ലോ. ഇന്നലത്തെ ആ എല്ലാം ഓക്കെയാണെന്നുള്ള പറച്ചിൽ തന്നെ എനിക്ക് അറിയത്തില്ലടോ. എനിക്ക് ഈ വേഷം മാറിയെന്ന് നടക്കാൻ വൈകിടോ. ഇത് എന്തൊരു കഷ്ടമായത്. ഡിസ്കോ ജോസ്. പിന്നെ നമ്പർ അങ്ങ് പറഞ്ഞു തരട്ടെ? ഇതൊന്നും എനിക്ക് വേണ്ട. ഇത് എന്തോ ഇത്? ജോക്കി ഇതാകുമ്പോ ഒരുത്തരം തിരിച്ച. ജോക്കി ആദ്യം ഞാൻ അടുത്ത് വന്നപ്പോ ജോക്കിക്ക് എന്നെ മനസ്സിലായോ? എടോ ഞാൻ ഇപ്പൊ കണ്ടുപിടുന്നത് കണ്ടുപിടിക്കാൻ പാടുപിടിക്കാൻ വിട്ടിരിക്കാം. പുഷ്പം പറ കേക്കട്ടെ. സംഭവം ഇന്നലെ വേറെ കുറെ പ്രശ്നങ്ങളൂടെ ഉണ്ടായത് കഴിഞ്ഞിട്ട്. എന്തുവാ? അത് കഴിഞ്ഞിട്ട് മറ്റേ EMS ഇല്ലേ, എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. അവനെ ഞാൻ വീണ്ടും സ്കെച്ച് ചെയ്തു. മറ്റേ ഒനിക്സോ? ജോണി ഡിസ്കോ രാജാന്ന് പറഞ്ഞോണ്ട് നടപ്പുണ്ട്. നിനക്കൊക്കെ വേണ്ടി ഒപ്പിട്ട നമ്മുടെ ജീവിതം ഉണ്ടല്ലോ. പറ. അന്ന് പറയുന്ന കേക്ക്. അപ്പോഴത്തേക്കും ഈ എനിക്ക് ഇത്ര അവനൊന്ന് വിരട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവന്റെ ഈ EMS ഉള്ള സ്ഥലം ബാക്കിയുള്ള EMS കാണാൻ പറ്റും. അങ്ങനെ എന്തോ യവനെ തപ്പി വേറെ 2 പേര് വിത്ത് പോലീസ് ഒക്കെ വന്നിങ്ങനെ ഒരു ജാഥയായിട്ട്. ഞാൻ അപ്പൊ തന്നെ 2 ചവിട്ടി അന്ന്. ഇനിയിപ്പം ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ ഇന്നലെ എസ്കേപ്പ് ആയി. അതിനുശേഷം ഭരസാർ വിളിച്ച്. ഭരസാർ പറഞ്ഞ് നിന്നെ എവിടെ കണ്ടാലും നിന്നെ തൂക്കും. എന്നിട്ട് DOJ പറഞ്ഞ് നീ വന്ന് മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ, അല്ലെങ്കിൽ ഷൂട്ടർ സൈറ്റ് ആയിരിക്കും, നിന്നെ കാച്ച് എവിടെ കണ്ടാലും. അതുപോലെ അണ്ണൂന്റെ മേയർ സ്ഥാനം. എടാ മേയർ സ്ഥാനം വന്ന് നീ അതൊന്നും മൈൻഡ് ആക്കണ്ട. അതൊക്കെ നമ്മള് കിട്ടിക്കോളും. നമ്മളൊക്കെ നമ്മള് സെറ്റ് ആയിക്കോളും. അതൊക്കെ വിട്. അന്ന് അത് വേറെ സീനിലേക്ക് ഒരു സീനും ഇല്ല. നിങ്ങള് ഞാനൊരു തെറ്റും ചെയ്തില്ല. ജാമ്യം നിന്നെന്ന് പറഞ്ഞ മേയർ സ്ഥാനം ഒന്നും പോകത്തൊന്നുമില്ല. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, എടാ ചന്ദ്രൻ നീ എത്ര ദിവസം ഇങ്ങനെ വിളിച്ചു നടക്കാനാടാ? ഞാൻ എത്ര ദിവസം ഇങ്ങനെ വിളിച്ചു നടക്കണം? കുറച്ചാൾ എനിക്കൊന്ന് സെറ്റ് ആവുള്ള ടൈം മാത്രം മതി അണ്ണു. ഞാനൊരു കാര്യം പറയട്ടെ, അണ്ണു ജാമ്യം നിന്നതേ ഒരു ടെററിസ്റ്റ് കേസില്, അതായത് ഒരു ടെററിസ്റ്റ് കേസിലെ പ്രതിയെ പുറത്തിറക്കുന്ന കേസിലാണ് ജാമ്യം നിന്നെ. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചു പോയതുണ്ടല്ലോ. എനിക്കൊരു കുടുംബമുണ്ട് യോഗി. അയ്യോ എന്റെ ജോണി എന്ത് കുടുംബം?
എന്ത് കുടുംബം, ഇതെല്ലാം നമുക്ക് സോർട്ട് ചെയ്യാന്ന്. എനിക്കൊരു ഒരു ദിവസം എന്താ ഇതൊക്കെ ഞാൻ സോർട്ട് ചെയ്യത്തില്ലേ, ഇന്ന് തന്നെ സോർട്ട് ചെയ്യത്തില്ലേ. ഞാനൊരു കാര്യം ചെയ്യും, ഇന്നും കൂടെ ഞാൻ വേഷം മാറി മാക്കാനെ പോലെ നടക്കും. നാളെ എങ്ങാണ്ട് നീ വന്ന് കേസ് സോൾവാക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ DOJ പോയിട്ട് ഞാൻ നിനക്കുള്ള 8ന്റെ പണി 16ന്റെ പണിയാക്കി തരും. ഇല്ല 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 അണ്ണു, ഞാൻ ഇന്ന് 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 തന്നെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാം. ശരി, പിടിക്കോടോ, വേഷം മാറണോ ഇത്? അണ്ണു ഞാനൊരു കാര്യം പറയട്ടെ അണ്ണു, അണ്ണു അതെ ആ എങ്ങാനും അണ്ണുനെ പിടിച്ചു കഴിഞ്ഞോണ്ടല്ല, പിടിച്ച പിടിക്കണതാണേ. പിന്നെ പുറം ലോകം കാണത്തില്ല ചന്ദ്രൻ വരുന്നിടം വരെ, എന്നെ പിടിക്കത്തില്ല. പിന്നെ ആ ജയിലിനകത്ത് കിടന്ന് മാമും ഉരുട്ടി പൊറോട്ട അടിച്ച് അവിടെ ഞാനേ ജയിലിൽ കിടന്നതാ. മറ്റേ നല്ല തുണിയൊക്കെ ഉണ്ട്, ഇപ്പൊ പീടി ഇട്ടോണ്ട് നടക്കില്ല ഡ്രസ്സ്, അതൊക്കെ അവിടെ നിന്ന് അലക്കി വിടുന്നത്, അതൊക്കെ ഇരുന്ന് അലക്ക അടിച്ച് പിഴിഞ്ഞ് ജയിൽ ഇടിഞ്ഞാ പോലും പുറത്തിറങ്ങാൻ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കണം. വിളിച്ചു ഞാൻ എടുക്കൂല, സ്പോട്ടിൽ എടുക്കും. ശരി എടോ, ഞാനൊരു കാര്യം പറയട്ടെ എടോ, ഈ കുടുംബത്തില് ഇത്രയും തന്തയില്ലാത്തരം കാണിക്കുന്ന ഒരുത്തൻ, മനസ്സിലായോ? ഇന്നലെ ഞാൻ ജയിലിൽ വെച്ച് എന്നോട് DOJ വെച്ച് എന്നെ ഡാഡിന്ന് വിളിച്ചോട്ടെ. ഡാഡിന്നോ? ഡാഡിന്നൊന്നും വിളിപ്പിക്കല്ലേ, ഡാഡിന്നൊന്നും വിളിപ്പിക്കല്ലേ. വിളിപ്പിക്കത്തില്ലല്ലോ. ഇതിട്ടോണ്ട് പോകാനാണ് പണിക്ക് പോകുന്നത്. ഇതൊന്നും ഇട്ടോണ്ട് പോവല്ലോ, ഒന്ന് അടങ്ങി. മുടി എന്തായാലും മാറ്റണം ചോക്കി, മുടി മാറ്റണം. താനൊന്ന് അടങ്ങടോ, മുടി മാറ്റാതെ പിന്നെ തല എന്റെ ആണെങ്കിൽ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. എവിടെ നിന്നാലും ഞാൻ അനങ്ങി നിൽക്കത്തുള്ളൂ. ഇത് എന്തൊരു കഷ്ടമാന്ന് പറയുന്നത്, ഞാൻ എന്തൊരു ഇടൂന്ന് പറയുന്നത്. എടോ, കൊരങ്ങനായിട്ട് നടന്നാലോടോ, ആദ്യമ കൊരങ്ങനായിട്ട്. വേണ്ട, വേറെ ടീംസ് തൂക്കിക്കൊണ്ട് പോകും. എങ്ങനെ നടന്നയാടോ ഞാൻ ഇവനൊക്കെ വേണ്ടിട്ട്? ആണ്ട വിളിക്കുന്ന ഈ കഴിവറാമോനെ ഒരു സമാധാനം തരത്തില്ല എനിക്ക്. ഞാനിപ്പോ ചാരം പാരിയ എന്ത് വാടാ, സ്പീക്കർ ഇടാവോ? സ്പീക്കർ ഇട്ട്. മിസ്റ്റർ ജോണി മാമൻ, എന്തോ ചന്ദ്ര, KVയിലെ പിള്ളേരൊക്കെ ബോറടിച്ചിടക്കാണല്ലേ? ഇന്നൊരു വാറുണ്ട് Z30 ആയിട്ട്. അവര് ബിസിയാണ്. ഞാൻ ഒറ്റയ്ക്കാ. ബിസിയാണല്ലേ? എനിക്ക് കുറച്ച് പ്രൊട്ടക്ഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് വട്ടുണ്ടോ എനിക്ക് പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാൻ ചോക്കി. എടാ, ഇത് നമ്മൾ തന്നെ പിടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഇത് പിടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെ നമ്മൾ രണ്ട് ജയിലിൽ കയറും. ഞാനിങ്ങനെ തകതയിൽ തട്ടായി എത്ര നാൾ കളിച്ചു നടക്കും. ഡാൻസ് മാസ്റ്റർ ആയിരുന്നു. മതിയടോ, നീ അക്കാലത്തൊന്നും വേണ്ട. മുടി വെട്ടാൻ ഒരവസ്ഥയാടോ നമ്മുടെയൊക്കെ. സത്യല്ലേ? നീ എന്റെ പട്ടി നീക്കൂടോ അവന് വേണ്ടിട്ട്. അവിടെ ചെന്ന് ചേട്ടനാന്ന് പറഞ്ഞു. നമുക്ക് വല്ല റിപ്പോർട്ട് നോട്ടീസ് വിടുവോ? നമുക്കോ? ഏയ് എന്റെ ഒരു കോലം നോക്കടോ. ഇല്ല മറ്റേ ഇതിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്ന ഡമ്മി പ്രതിമയുടെ കണക്ക്. മറ്റേ കല്യാൺ സിൽക്സ്. ചന്ദ്രൻ ഉണ്ടല്ലോ. അല്ല, ഇന്നൊരു ദിവസം സമയം കൊടുക്കാം. ഇന്നൊരു ദിവസം കഴിയട്ടെ, നാളെ കീഴടങ്ങുമായിരിക്കും. ഭരത് ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു ഭരത് ഇന്നലെ വന്ന് പറഞ്ഞു. എടാ, ഭരത് എന്താ പറഞ്ഞടോ? ഒരു മിനിറ്റ് ചോക്കി, എന്തായിരുന്നു കേട്ടില്ല സുഹൃത്തെ. എന്തായിരുന്നു ഹിറ്റ്മാൻ പറഞ്ഞേ എന്നോടോ? എത്ര കണ്ണു വേണമായിരുന്നു? ഏതാ ഫാമിലി ഏതാ? ഇതൊരു അവസ്ഥയാ പോലെ ഇതൊക്കെ മക്കളെ. മോടി വിന്റേജ് കാർ സെറ്റ് ആക്ക്. പിന്നെ എന്ത് ഡീലറാ? സിറ്റിസൺ ആണോ ഇത്? ഏത്? അയ്യോ, എന്റെ ലുക്കൊക്കെ പോവല്ലോ ഈശോ. എങ്ങനെ ഇരുന്ന ഞാനാ നോക്കി. പിന്നെ കൺസൈൻമെന്റ് അടിച്ചങ്ങ് എടുത്താ പോരെ? ഇതെന്തുവാടേ ഇത്? ബാലേ അല്ലേ? അന്നാ അവനോട് തന്നെ ചോര്, ഇറ്റ്മാനോട് ചോര്, അവൻ പറയും എങ്ങനെയാന്ന് വെച്ചു. അവനോട് തന്നെ ചോദിച്ചോ. ഞാനിപ്പോ ഡീൽ ചെയ്യുന്നില്ല, കണ്ണ് ഡീൽ ചെയ്യുന്നില്ല. അവനോട് പറഞ്ഞാൽ മതി. അവനോട് നേരിട്ട് സംസാരിച്ചു. പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? പിങ്ക് മുടി. ഇത് ചെയ്തോട്ടെ. എന്തൊരവസ്ഥയാണ്. ഉറപ്പില്ല. സേവ്. സുമിത്ര, പവിത്ര, ഇത് കൊള്ളാം. ഇവിടുന്ന് മാറി വണ്ടി ഇരുന്നിട്ട് വിളിക്കാം.
പേരൊന്ന് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇടക്കിടക്ക് കയറി നമ്മുടെ പേര് വിളിച്ച് കഴിഞ്ഞാൽ പവിത്രൻ പവിത്രൻ താനെന്തോ ആ, രാജീവ് പവിത്രൻ. ഞാൻ രവി. ഇത് രാജീവ് രവി ആകുമ്പോ പിന്നെ കുറച്ചല്ലേ ഇവിടെ ഉള്ളൂ, ഞാൻ ഇന്നും കൂടെ മറക്കത്തുമില്ല. കാക്കും നാളെ ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഇത് നമ്മളെ പിടിക്കും നാളെ കേട്ടോ ഞാൻ നമ്മളെ വരത്തില്ലല്ലോ. പിടിക്കും എനിക്ക് വയ്യോടെ ഞാൻ second character എന്തൊരു കഷ്ടമായത് ആ പുള്ളി വിളി ചന്ദ്രനെ വിളി. ചന്ദ്രനെ ഭാര്യ വിളിച്ച് ചോദിച്ചാലേ അവൾ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് അവളാണ് ഇഷ്ടമല്ലാത്ത ചന്ദ്ര ഹലോ? എവിടാ ചന്ദ്ര അണ്ണോ, 8,000. 8,000 ശരി 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 എടോ 8,000 പോട്ടോ പിന്നെ 8,000 എന്തിനു കാണിക്കുന്ന ഞാൻ ഇരിക്കുന്ന നോക്കടോ എന്നെ കണ്ടറിയാവടോ ആൾമാറാട്ടത്തിൽ ഇരിക്കുന്ന നടക്കാന്ന് സത്യല്ലേ യോഗി? സത്യം മറ്റൊരു കള്ള ലുക്കല്ലേ? സത്യം എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല യോഗി കേട്ടോ, പ്രൊഫഷണൽ ഡാൻസർ. അയ്യോ ഞാൻ അറിയാൻ ജോക്കിന്ന് വിളിച്ചു പവിത്ര. ശബ്ദം മാറുന്നില്ലേ ജോക്കി എന്റെ പവിത്രൻ. പവി എന്ന് പറഞ്ഞ പണ്ട് തൊട്ട് പവി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. പോയി. സത്യം നല്ല കളലക്ഷണം ഉണ്ടല്ലേ. പാലത്തിന്റെ അടിയിലോ പാലത്തിന് മേളിലോ? ആദ്യം പാലത്തിന് മേളിൽ നോക്കാം. എനിക്ക് തോന്നുന്നേ ഇത് വെള്ളം. ഇവിടെ EMS ഒക്കെ കിടക്കുമല്ലോ. തട്ടിക്കൊണ്ട് വന്ന് കാണൂടോ പിന്നെയും അലമാടൻ. എന്റെ മോനെ ഇന്നലെ KGF സ്റ്റൈല് 4 ഹെലിയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു. ഗ്യാങ് ഹൗസിന്റെ മേളിലെ അറിയില്ല. കഴിവറമോ താ നിക്കുന്നു ഞാനാടാ വാണമേ ഇത് എടാ ഡിയോജ ജസ്റ്റ് മിസ് നമ്മളെ പൊക്കാതിരുന്നത് മനസ്സിലായോ കേരളവർമ്മ പഴശ്ശിരാജയോ? അത് തന്നെ കേരളവർമ്മ പരശ്ശിരാജ എടാ ഇതാ. എടാ ശ്വാന ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇന്നും കൂടെ ഇതാക്കിക്കോ. ചന്ദ്ര തലധാരിക്ക് രക്ഷപ്പെട്ടത്. തമ്മിൽ ഡ്രസ് മാർക്ക് കൊടുത്തപ്പോ മറ്റേ ജഡ്ജി എഡ്ഡി കയറി ഇതാരാണ് ഈ ഫ്രീക്ക് പയ്യൻ? ഹലോ, Discord ബറസാർ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ. ബറസാർ പറയുന്ന ഇത്രേ ഉള്ളൂ, അണ്ണു നിന്നെ തൂക്കും, നിന്നെയും തൂക്കും, നിന്റെ കൂടെയുള്ള അണ്ണൂനെയും ജോണിയെയും. എന്നോട് പറഞ്ഞായിരുന്നു. ജോണിനെ തൂക്കൂട്ടാ. എന്തൊരു കോലോടാ ചന്ദ്ര ഇതിന്റെ. നീ എത്ര കോലം പറഞ്ഞത്? പേടിക്കുള്ള ബുദ്ധിമുട്ടവനില്ല. സൗണ്ട് മാറ്റുമോ നമുക്കുണ്ടോ പേടി? നമുക്കെന്ത് പേടി ചന്ദ്ര? ഒരു ദിവസം പട്ടാള് വയറിറങ്ങിയാലും ചന്ദ്രൻ തൊടത്തില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് കീഴടങ്ങല്ലേ? ചന്ദ്ര ചന്ദ്ര മോനെ എടാ നാളത്തേക്കൊന്ന് കീഴടങ്ങടാ ഒന്ന് വാണമേ. ഇല്ല അണ്ണു, ഞാൻ പറഞ്ഞേള് നമുക്ക് ഡീൽ ചെയ്യാം. നിങ്ങളെ തൊടത്തില്ല, ഞാൻ ഇല്ലേ. സംസാരിക്കുന്നത് നീ ഇങ്ങനെ വയ്യടാ. നീ നടങ്ങിയാണെന്ന് അണ്ണു. ഞാനിവിടെ എന്റെ ചോരയും ഞാൻ ചത്തിട്ടേ നിങ്ങൾ നേരത്തെ തൊടത്തുള്ളൂ ഒരാളിവിടെ. അല്ലെങ്കിൽ തൊടത്തില്ല. എന്നാലും ഞാൻ പറയണേ, എന്നാലും അണ്ണു നിങ്ങൾക്കൊന്നും വരൂല. എന്നാലും അണ്ണു ലുക്ക് കാണുമ്പോണ്ടല്ലോ. സൈറൻ പേടിക്കല്ലേ ജോണി മാമ. നമ്മക്കുണ്ടോ പേടി? പട്ടാള് അതാണ് വേറെ അടുത്തൊരു കാര്യം. എമ്മാരെയും പേടിക്കണം. ചാകാൻ പോലും പറ്റത്തില്ല നമുക്ക്. അറിയാതെ പോലും അടിച്ചു കൊല്ലല്ലേ. കാരണം ഫുഡും വെള്ളം കഴിക്കണേ. അന്നു ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കി ചാവല്ലേ. ചത്ത കഴിഞ്ഞാൽ അമ്മര് വിളിച്ച് ഒറ്റുവേ കേട്ടോ അണ്ണു. EMS ID കാർഡൊക്കെ ചെക്ക് ചെയ്യും, മനസ്സിലായോ? മരിക്കാണ്ട് നടക്കണം. ചത്താ പോലും മനസ്സിലാവൂല. പരശുരാജയുടെ ന്യൂസ് ആണ്. നോക്ക്, റെഡ് മുടി. എടാ ആദ്യം ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വാണത്തിനെ എടുത്ത് വല്ല തോട്ടിലും കളയാവോ? എനിക്ക് വയ്യാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുവാ മറ്റേ പനിയാണോ? വൈറൽ ഫീവറിന്റെ കാലം വൈറൽ ഫീവർ ഒക്കെ പകരുന്നുണ്ട്. നോക്കണേ, ശ്രദ്ധിക്കണേ. പറയില്ല. ഫുഡെല്ലാം വേണോ അണ്ണു? ഓ ചെയ്ത് തന്നിടത്തോളം നന്ദി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. പിള്ളേരൊക്കെ ഒറ്റ ഒരെണ്ണം കേറിയിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. IMSന്റെ സൈഡിൽ കൂടെ ഒന്ന് പോയല്ലേ. നമുക്ക് പബ്ലിക്കലി ഒന്നും മരിക്കാൻ പോലുള്ള അവകാശമില്ല കേട്ടോ. സാറേ
എടാ ഞാൻ ഇവിടെ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നപ്പോഴേ ഫുഡ് കഴിക്കാതെ പോകുന്നുണ്ട്. എന്താ പറ്റി സാറേ? ഒന്നുമില്ല സാറ് ചുമ്മാ ചോദിച്ചാ എന്ത് പരിപാടി ഒരു സാറേ ചുമ്മാ ഇങ്ങനെ ചോദിച്ചാ. സാറ് മറ്റേ ചന്ദ്രനെ കിട്ടിയായിരുന്നോ? ഇല്ല സാർ, ചന്ദ്രനെ കിട്ടിയായിരുന്നോ? ചന്ദ്രനെ ഇല്ല സാർ, അന്വേഷണം ഓൺഗോയിങ് ആണ്. ശരി അന്വേഷിച്ചോണ്ട് കാണുന്നോടെ. ഓ അപ്പോ തന്നെ ചന്ദ്രൻ. മാറ്റാൻ പോകുന്നതാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഈ മുടി മാറ്റണോട്. ഇത് എന്തൊരു എന്നാ വാ, മുടിയാണ്? കേറ് 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 മുടി മാറ്റാം. അണ്ണോ ഡ്രസ് മാറ്റണോ? സെറ്റ് അല്ലെ മുടി. ഐഡി കാർഡ് എങ്ങനെയാണ് എടുക്കണേ? ഐഡി കാർഡ് ഇൻവെന്ററിക്കകത്താണ്. അണ്ണോ ഒരു ഹെയർ സ്റ്റൈൽ പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞുതരാം. 952 കളഞ്ഞു 952 952 ഒന്ന് ട്രൈ ചെയ്ത്. വേണ്ട, സെറ്റ് ആണ് സെറ്റ് 952 അപകടമല്ലേ ഹെയർ സ്റ്റൈല്? ഭഗത് സിംഗ് ആ പോയി. ഇത്ര ഹെയർ സ്റ്റൈൽ ഉള്ളൂ? ജോണിയമ്മ ഐഡി കാർഡ് അല്ല ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ട്. 952 ഒന്ന് ഇട്ട് നോക്കി. എന്തൊരു കൂട്ടുകാരാ. ജോണിയമ്മ ഐഡി കാർഡ് എവിടുന്നാ കിട്ടുന്നേ? അത് പോലീസ് എടാ, സ്റ്റേഷനിൽ പോണം. ഓ അപ്പൊ നിനക്ക് ഐഡി കാർഡിലേക്ക് നല്ല കാര്യമില്ല. വേണ്ട വേണ്ട ഐഡി കാർഡ് വേണ്ട. ഇല്ലാതിരിക്കുന്നത് നല്ലത്. ഐഡി കാർഡ് ഇല്ലാതെ കാർഡാ എനിക്ക്? ശ്ശെ, എനിക്കൊന്നുമില്ല. അത് ഇനി റേഷൻ കാർഡ് പോലും പോയി ഇല്ല. കഴിഞ്ഞാൽ നിന്റെ പേര് ഉൾപ്പെടെ അവരുടെ അഡ്രസ് ഉൾപ്പെടെ അവർക്ക് കിട്ടും. പട്ടി ആ, ഇത് വരച്ചന്ദ്രൻ. മുട്ടയടിച്ച് ചന്ദ്രൻ മുട്ട തീരുന്നുണ്ട് കേട്ടോ ഈ മീശയുടെ കൂടെ. ആണോ? മുട്ട എന്ന് വെച്ച് അടിച്ചു നോക്കി മീശയുടെ കൂടെ മുട്ട തീരുന്നുണ്ടോ? ഇതെന്താ സാദൃശ്യമുള്ള മുടി ഇതെല്ലാം പപ്പായാണ്. ഇങ്ങനെ ഇരിക്കുന്നത്? യോ യോ സീറോയിൽ നിന്ന് പുറകോട്ട് പോകും. അതാണ് എനിക്ക് നല്ലത്. നീയെങ്കിലും 952 ഒന്ന് ട്രൈ ചെയ്തേ. 952 952 ഉം. 952 കഴിവറ മോനെ. നല്ല രസമുണ്ട് കാണാൻ. ആ മുടി കൊള്ളാം. ആണോ ജോണിയമ്മ? അല്ലല്ല ഇതല്ല ഒരു 952 മിനിറ്റ് ഫുഡ് വന്നു. ഒരു മിനിറ്റ്. 952 ഒറ്റ നമ്പറാ അത്. ഹെയറിന്റെ അകത്ത് ഇല്ലേ? അതോ 592 ആണോ? എന്നാ 592 എന്നിട്ട് നോക്കി. 952 592 ഇട്ട് നോക്കി. 592 9 അങ്ങനല്ല ഓ കേട്ടോ വേണ്ട. മാറ്റുന്നെ. അയ്യോ അയ്യോ ഓ യെസ് ഇത് മതി ഇത് മതി. ഇതല്ല ഉദ്ദേശിച്ചതാ. പിന്നെ അതിരിക്കട്ടെ. എല്ലാം ഉദ്ദേശിച്ചേ ഈ ഇത് കണ്ട അളിയൻ കളറോട് വേണേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ കളറിൽ അളിയൻ ചിലപ്പോൾ പിടിക്കും. കളർ ചെയ്ത് അളിയൻ. ഉം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചന്ദ്രന് ജോക്കിയുടെ മുഖത്തോടെ നോക്കി. ഇത് പെർമനന്റ് ആക്കണേ. ഈ എഴുത്തുകാരൻ വള്ളത്തോൾ. ഓരോ ഒപ്പിച്ച് വെച്ചിട്ട് ചിരിച്ചോ? ഭാര്യയും പിള്ളേരെയൊക്കെ കണ്ടായിരുന്നോ? എല്ലാരും കണ്ടത്. കണ്ടായിരുന്നോ? Look at this brother. അളിയാ, See brother. പെൺപിള്ളേർക്ക് പുറകെ വരും ഉണ്ട്. ഞാൻ പുറത്തിറങ്ങിക്കട്ടെ. വരും അമ്മച്ചിമാര്. എടോ ഇത് എന്തിനാടോ ഇത്? ഇത് കൊള്ളാം. പക്ഷെ കളർ ഒന്ന് മീശയ്ക്ക് അനുസരിച്ചൊന്ന് മാച്ച് ആക്കി എന്നെ പോലെ. ഞാൻ ആദ്യം മീശ സെറ്റ് ചെയ്ത് പിന്നാണ് മുടി സെറ്റ് ചെയ്തത്. എടോ ഡ്രസ് ഒന്ന് മാറ്റണോടോ. എന്തുവാ ഇത്? ഇത് ചുരിദാർ. ചുരിദാറോ? എടോ ഇതൊന്ന് മാറ്റണം. ബാ ഞാൻ ഒരു പയ്യനെ പുറത്തോട്ട് ഇട്ടായിരുന്നു. അവൻ എന്ത് ചെയ്യും? ആ കയറ് 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 കയറ്. ആ ഡ്രസ് ഷോപ്പ് ഒന്ന് മാർക്ക് ചെയ്തേ. എടോ ഒന്ന് കയറോ അടിച്ചു പോവാതെ. അയ്യോ കത്തി 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 കത്തിയോ കത്തിയോ കത്തിയോ? കത്തിയോ? എടോ കത്തിയോടോ? ഞാൻ കത്തത്തില്ലല്ലോ. എന്തൊരവസ്ഥ ആലോചിച്ച് നോക്കുമോ ഞാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇത് നടക്കത്തില്ല കേട്ടോ.